ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ സാധനം ഉണ്ടല്ലോ, കഴിച്ചാൽ ഇനിയും വേണം എന്ന് പറയും. അത് സേമിയയും ക്യാരറ്റും വെച്ചുണ്ടാക്കുന്ന നല്ല അടിപൊളിയൊരു സ്വീറ്റാണ്. അതിന് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. അത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റൂട്ടാ. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്, നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന സേമിയ ഉണ്ടല്ലോ, അതിൽ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 കപ്പ് ക്യാരറ്റിനെ ചെറിയ ചിരവയിൽ വെച്ച് ചിരകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ആദ്യം ഇതിലേക്കുള്ള കോവ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇനി നമ്മുടെ ചട്ടി ചൂടായി വന്നാൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. ആ പാലിലേക്ക് നമുക്ക് 1/2 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. എന്ന് വെച്ചാൽ ഒരു 50 ഗ്രാം പാൽപ്പൊടി. അത് നന്നായിട്ട് ഇളക്കി ഇതൊക്കെ പാടെ മിക്സാക്കി എടുക്കാം. ഈ ശരിക്ക് കോവ ഉണ്ടാക്കുന്നത് പാല് വറ്റിച്ച് കട്ടിയാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് ഒരുപാട് സമയം പിടിക്കില്ലേ. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാൽപ്പൊടി ഉപയോഗിച്ച് കോവ ഉണ്ടാക്കുന്നത്. നമുക്കിത് ഇളക്കി മിക്സാക്കിയിട്ട് കോവ പോലെ ആക്കിയെടുക്കണം. ഇനി നമ്മുടെ കോവ അതിൻ്റെ പാലിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇത് കണ്ടില്ലേ, നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നാൽ നമ്മൾ എടുത്തു വെച്ച 1 കപ്പ് സേമിയ ഇതിലിട്ട് വറുത്തെടുക്കാം. ഈ വറുത്ത സേമിയ ഉണ്ടെങ്കിൽ ഒന്ന് നെയ്യ് ഒഴിച്ച് ചൂടാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ സേമിയ വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നാൽ നമ്മൾ ചിരകി വെച്ച 1/2 കപ്പ് ക്യാരറ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ട് ഇളക്കി ഒന്ന് വാട്ടിയെടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഇപ്പം നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ വറുത്ത് വെച്ച സേമിയയും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കുക എല്ലാം പാടെ. ഇനി നമുക്ക് ഈ സേമിയ വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ 2.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് വെള്ളം സേമിയ വേകാനുള്ളത്, 1/4 കപ്പ് നമ്മുടെ ക്യാരറ്റിനുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് വറ്റി വരട്ട്. ഇപ്പോൾ നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഇതിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 കപ്പ് സേമിയയ്ക്ക് 1 കപ്പ് പഞ്ചസാര. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പോലെ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒക്കെ പാടെ ഒന്ന് ഇളക്കി മിക്സാക്കി ഈ പഞ്ചസാരയൊക്കെ ഉരുകി വരുമ്പോൾ അത് ഒന്ന് ലൂസായി വരും. ഇപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തില്ലേ, അത് ഒന്നും കൂടി ഉരുകിയിട്ട് വെള്ളം പോലെ വരും. അതുകൂടി ഒന്ന് കട്ടിയായി വരട്ടെ. അതുവരെ നമുക്ക് കത്തിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ ഉരുകി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കോവ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഈ സമയത്ത് ഇട്ടാലാണ് ഈ കോവയുടെ ഉള്ളിലും നമ്മുടെ പഞ്ചസാരയുടെ മധുരം അതിൽ കയറി നല്ല മധുരം ഉണ്ടാവും. അങ്ങനെ നമ്മുടെ സ്വീറ്റ് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇനി ചട്ടി ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്.
ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടി വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് കളറായി വരട്ടെ. ഇപ്പം അണ്ടിപ്പരിപ്പും ബദാമും ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് നമ്മൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മക്കളെ. ഇനി അതൊരു 10 മിനിറ്റ് കൂടി ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ നനവൊക്കെ പോയിട്ട് ഒന്നുകൂടി കട്ടിയായി വരും. അങ്ങനെ നമ്മുടെ സേമിയയും ക്യാരറ്റും വെച്ചുണ്ടാക്കിയ നല്ല അടിപൊളി സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ആവട്ടമ്മ. സേമിയ ഞാൻ വിചാരിച്ചത് പായസം പോലെ ആവുന്നു. പക്ഷെ പായസം അല്ല കേട്ടോ. ഇത് കഴിച്ചു നോക്കുമ്പോഴേ അറിയുള്ളൂ ഇത് പായസം പോലെ അല്ല. ഇതിൻ്റെ ടേസ്റ്റ് തന്നെ വേറെ രീതിക്കാണ്. ഇതൊന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് കട്ടിയാവണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളൂ അല്ലേ അമ്മ? അതെ. ആ ചൂടോടെ തന്നെ കഴിച്ചാലൊരു സുഖമില്ല. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ എഴുതി അറിയിക്കുക.